സാർ എല്ലാ സർവേകളും CPM-ന് ഒരു 20-25 സീറ്റ് നഷ്ടപ്പെടുമെന്ന് വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ 25 സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം? CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാരണവും ഒരു വലിയ കാരണവുമുണ്ട്. രണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളൂ. ഇത് പല ആളുകളൊക്കെ പറയുന്നത് മറ്റേ പിണറായി ഭരണപക്ഷ വിരുദ്ധ വികാരം അല്ലെങ്കിൽ മറ്റ് വികാരം എന്നൊക്കെ, പിണറായി വിരുദ്ധ വികാരം, ഇതെല്ലാം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വികാരങ്ങളാണ്. അതിന് തെറ്റൊന്നുമില്ല, കാരണം മാധ്യമങ്ങളുടെ പണി പ്രതിപക്ഷമാണ്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ പണി എല്ലാ മാധ്യമങ്ങളും എടുത്തുകൊണ്ടിരുന്നത് മനഃപൂർവ്വമായി ചില അജണ്ടകൾ വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തിവിടുകയാണ്. വികാരങ്ങളൊന്നും വലുതായിട്ടില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ താങ്കളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് വന്ന സർവേകളാണ്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള സർവേകളാണ്. പ്രീപോൾ സർവേകളെല്ലാം പറഞ്ഞിരുന്നത് ഏതാണ്ട് മാതൃഭൂമിയുടെ സർവേ മുതൽ മാട്രിക്സ് വരെ പറഞ്ഞിരുന്നത് പിണറായി അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അല്ലാതെ മിക്ക സർവേകളും നേരെ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് സുനിൽ കനോലും എടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അതിനു മുമ്പുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണ് നമുക്കൊരു ആന്റി ഇൻകുംബൻസി ഉണ്ടോ ഇല്ലെന്ന് സംശയം തോന്നുക. അതിൽ ഞാൻ താങ്കളോട് പറയുന്നു, വളരെ സൂക്ഷ്മമായി മൈക്രോ ലെവലിൽ പഠിച്ചാൽ 87 മുനിസിപ്പാലിറ്റികളിൽ തന്നെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ ആരാണോ ഭരിച്ചുകൊണ്ടിരുന്നത് ആ ഭരിച്ചിരിക്കുന്നവർക്കെതിരെ ഒരു വികാരം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പാലക്കാട് അത് BJPക്ക് എതിരായി തീർന്നു, അതുപോലെ പന്തളത്ത് BJPക്ക് എതിരായി തീർന്നു. ഈ രണ്ട് പന്തളത്ത് അത് CPM-ന് ഗുണമായി തീർന്നു. അതേസമയം കോഴിക്കോട് കോർപ്പറേഷൻ CPM-ന് വലിയ പ്രശ്നമുണ്ടാക്കി. CPM-ന്റെ മേയർ കാൻഡിഡേറ്റ് ആയിരുന്ന മുസാഫർ അഹമ്മദ് തോറ്റുപോയി. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മപുര മാലിന്യ പ്ലാന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്തു, കോർപ്പറേഷൻ പോയി. സ്വാഭാവികമായിട്ടുള്ള ലോക്കൽ ആന്റി ഇൻകുംബൻസിയാണ് ഉണ്ടായത്. ആ ലോക്കൽ ആന്റി ഇൻകുംബൻസി അതാണ് ഞാൻ പറഞ്ഞ ചെറിയ കാരണം. ആ ലോക്കൽ ആന്റി മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും തോതിൽ CPM ഒരു അടിപതറിയിട്ടില്ല. അല്ല, മുമ്പ് ലോക്കൽ ബോഡികളിൽ CPM അത് അടിപതറിയിട്ടില്ല. അടിപതറാത്തതിന്റെ കാരണം മുമ്പ് ഈവൻ മുകളിലിരിക്കുന്നവരെ കുറിച്ച് എന്താ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും താഴേക്കിടയിലുള്ളവർ ഇതുപോലെ കറപ്റ്റായി എന്ന് പറയുന്ന ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടായില്ല. CPM-ന്റെ റാങ്ക് ആൻഡ് ഫയലിനകത്ത് CPM-ന്റെ മിഡിൽ ലെവൽ നേതാക്കന്മാർക്കും ബാക്കിയുള്ളവർക്കും വലിയ തോതിലുള്ള ഈ പറയുന്ന പോലെ ജനങ്ങളുമായിട്ടുള്ള കണക്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപജയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ചെറിയ കാരണം. അതിന്റെ ഭാഗമായിട്ടാണ് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലും വരെ അടി കിട്ടിയത്. കാരണം പലപ്പോഴും അവർക്കുള്ള ഒരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ജനം സഹിക്കണം എന്നില്ല. പ്ലസ് അവരുടെയൊക്കെ ജീവിത നിലവാരം അതിന് കടന്ന രീതിയിൽ ഉയർന്നതൊക്കെ ജനം തൊട്ടടുത്ത് നിന്ന് കാണുകയാണ്. മനസ്സിലായി? അതാണ് ഒരു ചെറിയ കാരണം. ഇനി വലിയ കാരണത്തിലേക്ക് വരാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്യേണ്ട കാരണം. ആ വലിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് CPM പുറകിൽ പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു 48 മിനിറ്റോ 28 മിനിറ്റോ ഉള്ള 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് CPM-ന് ഒരു തിരുത്തൽ സാധ്യമല്ലത്. ആ തിരുത്തൽ സാധ്യമല്ലെന്ന് പറഞ്ഞത് CPM യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്നും ഒഴിവായി. സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരാം, താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ അത് സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞാൽ, നേരത്തെ CPM ആണ് സാംസ്കാരിക മണ്ഡലത്തിൽ നിയന്ത്രിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൂക്കാസ എന്ന് പറയുന്ന സംഘടന, അതുപോലെ തന്നെ ഈ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതുപോലെ തന്നെ DYFI ഒക്കെ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള സമരം, മംഗളം മനോരമ വീക്കിലികൾക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഈ പറയുന്ന പ്രതിലോമകരമായിട്ടുള്ള ചിന്തകൾക്കെതിരെയൊക്കെ ഇവര് സമരം ചെയ്തിരുന്നു. ആ സമരം ചെയ്തുകൊണ്ട് സർക്കുലേഷൻ കൂടിയ പറഞ്ഞ, പക്ഷെ എങ്കിൽ പോലും ആളുകൾക്ക് പുറത്തു വെച്ച് വായിക്കുന്ന ഒരു നല്ല കാര്യമല്ല എന്ന് പറയുന്ന തോന്നൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സമരം ചെയ്തുകൊണ്ടാണ് നിർമാല്യം പോലൊരു സിനിമ ഇറങ്ങിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ന് നിർമാല്യം പോലൊരു സിനിമ ഇറങ്ങാൻ പറ്റാത്തത് കേരളീയ സമൂഹം മാറി. എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോടുകൂടി ഈ സോഷ്യൽ മീഡിയയിലെ വലിയ അപ്രമാദിത്വം എന്ന് പറയുന്നത് പ്രോ സംഘപരിവാർ, പ്രോ ഹിന്ദുത്വ, പ്രോ റൈറ്റ് വിങ് അജണ്ടകളൊക്കെ തന്നെ ഏറ്റെടുത്തു. ഈ അജണ്ടകൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ വലിയ പ്രാമുഖ്യം ഉള്ളത്. ആ മേഖല ഒരു മിനിറ്റ് പറഞ്ഞിട്ട്, ആ മേഖലകളിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സാംസ്കാരിക നായകരും ബിംബങ്ങളും പ്രതിച്ഛായ നിർമ്മിതികളും കടത്തിക്കൊണ്ട് കുറെ ആളുകളെ സൃഷ്ടിച്ചെടുത്തു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ റൈറ്റ് വിങ് അജണ്ടകൾ പേറുന്ന ആളുകൾ, അതായത് വലതുപക്ഷ ചിന്താഗതിക്കാരൊക്കെ തന്നെ അങ്ങനെ സൃഷ്ടിച്ചെടുത്തു. അത് CPM അറിഞ്ഞില്ല. CPM അതിനെ പ്രതിരോധിക്കാനൊന്നും ചെയ്തില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയ മുതൽ നിങ്ങൾ അറിയേണ്ടത് ശ്രീജിത്ത് പണിക്കർ വരെയുള്ള ആളുകൾ എടുത്തു വെച്ചു. TG മോഹൻദാസ് മുതൽ അഡ്വക്കേറ്റ് ജയശങ്കർ വരെയുള്ള ആളുകൾ എടുത്തു വെച്ചു. അവരൊരിക്കലും നരേന്ദ്രമോദി അതിരൂക്ഷമായി വിമർശിക്കാറില്ല. പകരം വിമർശിക്കുന്ന ആരെയാണ്? പിണറായി വിജയനാണ്. അപ്പൊ ഇത്തരത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു റൈറ്റ് വിങ് ഇക്കോ സിസ്റ്റം അതിനെ പ്രതിരോധിച്ചില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും എതിർക്കുന്നവർക്കാണ് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള പിന്തുണ കിട്ടുന്നത്. അല്ല, അതിന്റെ അല്ല. അതിൽ CPM-നും ഈ പറയുന്ന പോലെ കോൺഗ്രസിനും ഒക്കെ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ നാഷണൽ ലെവലിൽ പയറ്റിത്തെളിഞ്ഞ് സംഘപരിവാർ BJPക്കും ഒക്കെ വിജയിച്ച തന്ത്രം, ആ തന്ത്രമല്ലാതെ അവർക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെതിരായിട്ടുള്ള ഒരു തന്ത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, പയറ്റാൻ പറ്റില്ല. അപ്പൊ മുസ്ലിം സ്നേഹം എന്നുള്ളത് പയറ്റാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഏതെങ്കിലും ജാതിയോടോ മതത്തിനോടോ ഒന്നും വെറുപ്പില്ല. BJPക്ക് പോലും ഈ മുസ്ലിം സമുദായത്തോടൊന്നും ഒരു വെറുപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, അധികാരത്തിലെത്തണമെങ്കിൽ ആരാണോ ന്യൂനപക്ഷം ആ ന്യൂനപക്ഷത്തിനെതിരെ നിന്നുകൊണ്ട് ഭൂരിപക്ഷത്തെ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റണം. ഭൂരിപക്ഷത്തെ എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യും? അതിന് അപരൻ ശത്രുവാണെന്ന് ചൂണ്ടി കാണിക്കണം. മനസ്സിലായി? ഇപ്പൊ എന്താണ് മെയ്ത്തികളും കുക്കികളും തമ്മിൽ മണിപ്പൂരുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആകെ 60 സീറ്റേ ഉള്ളൂ. 60 സീറ്റിൽ 40 മെയ്ത്തികൾ ജയിക്കും, 20 കുക്കികൾ ജയിക്കും. അപ്പൊ ഏറ്റവും സൗകര്യം ആരുടെയൊപ്പം നിൽക്കുന്നതാണ്? മെയ്ത്തികളുടെ ഒപ്പം നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പോലീസിന്റെ കയ്യിൽ നിന്ന് 1500 വെടിക്കോപ്പുകൾ കാണാതെ പോയി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോ മെയ്ത്തിയുടെ സംഘടനകൾ കൊണ്ടുവന്ന് തന്നു, ആരംഭായി തെങ്കോളൊക്കെ കൊണ്ടുവന്ന് തന്നു എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ്. അത് ലോകത്തെവിടെയും പയറ്റി സക്സസ്ഫുൾ ആയി വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. വളരെ ഷോർട്ട് സ്പാനിനടക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ തന്നെ വീഡിയോ വിജയിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് തീവ്രത പറഞ്ഞാൽ മതി, എന്നാൽ വീഡിയോ പെട്ടെന്ന് കയറും. അപ്പൊ അത്തരത്തിൽ വീഡിയോ പെട്ടെന്ന് കയറുന്ന ആളുകളെ ഫലപ്രദമായി നേരിടണം എന്നുള്ളത് CPM മനസ്സിലാക്കിയില്ല. അങ്ങനെ മനസ്സിലാക്കാതെ CPM സത്യം പറഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരുന്നപ്പോ എന്താ CPMന്റെ പ്രോ CPM അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ്, ഞാൻ പറഞ്ഞ CPM എന്നുള്ള വിട്ടേക്ക്, പ്രോ ലെഫ്റ്റ് പ്രോ ലിബറൽ ഐഡിയോളജികളിലുള്ള ഒരു ആളെ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക്? വളർന്നു വന്നിട്ടുള്ള ആള് സോഷ്യൽ മീഡിയയിൽ ഇല്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ മുമ്പ് നമ്മൾ സുനിൽ പീളയുടെയൊക്കെ കാണുമായിരുന്നു, ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊന്നും കേൾക്കാൻ പോലും ഇല്ല. അല്ല, സുനിൽ പീളയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സുനിൽ പീളയുടെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് ഈ മേഖലയിൽ കിട്ടുന്ന സപ്പോർട്ടിനേക്കാൾ 10 മടങ്ങ് സപ്പോർട്ടാണ് ഇവരുടെ ഭാഗമായി നിന്നുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾക്ക് കിട്ടുന്നത്. ഇപ്പൊ വെനസ്വേലയിൽ ഇത് അവിടെയുള്ള ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്, അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണ് എന്നൊക്കെയുള്ള ലളിതമായ കമന്റുകൾ പറയുന്ന ശ്രീജിത്ത് പണിക്കരൊക്കെ ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് 10,000-30,000 പേര് കണ്ടു. പക്ഷെ അപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയി ചെയ്തു കൊടുക്കുന്ന പണി ഇവർക്കില്ല, മറ്റവർക്ക് അതുണ്ട്. ഈ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളിപ്പോ വിചാരിക്കണ്ടോ ഇതിങ്ങനെ വളരെ നാച്ചുറലായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണ്? ഇത് ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നു, അപ്പൊ നിങ്ങൾ ആളുകൾ നോട്ട് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവരെല്ലാവരും പറയും നിങ്ങൾ ഇത് വീഡിയോ ഫുൾ ടൈം വെറുതെ ഓൺ ചെയ്ത് വെച്ചേക്കണം, കണ്ടേക്കണം എന്ന് പറയും. അങ്ങനെ കണ്ടേക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ട് ആളുകൾ എന്ത് ചെയ്യും, വെറുതെ ഓൺ ചെയ്ത് വെച്ച് കമത്തി വെച്ചാൽ പോലും വ്യൂവർഷിപ്പ് കിട്ടും, റീച്ച് കിട്ടും, മറ്റേ കാശ് കിട്ടും. ഈ കാശ് കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ ഒരു ട്രാപ്പിലേക്ക് വന്ന് വിടുകയാണ്. അടുത്ത വീഡിയോ അതുപോലെ തന്നെ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, കാശ് കിട്ടുള്ളൂ. ഇപ്പൊ നാളെ ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോ പിണറായി വിജയനെ അനുകൂലിച്ച് മോദിയെ വിമർശിച്ചു എന്ന് ചെയ്ത് നോക്കട്ടെ, രണ്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രിപ്ഷൻ മുഴുവൻ പോകും. അപ്പൊ ആ ട്രാപ്പിലായി കഴിഞ്ഞു. ഈ ട്രാപ്പിലായാൽ ഗുണമുണ്ട്, കാരണം ഫാസ്റ്റ് ആയിരിക്കും ഗ്രോത്ത്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ട്രാപ്പിലാണ്, പിന്നെ നമുക്ക് ഒരിക്കലും എതിരഭിപ്രായം പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ പറയാൻ കഴിയാത്ത ലെവലിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് പെടുത്തുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട് യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും. അത് നമ്മൾ ഹരമായി എടുക്കുകയും പിന്നെ നമ്മൾ അത്തരത്തിലുള്ള വാർത്ത. പിന്നെ അടുത്തൊരു വാചകം കൂടി ഉണ്ട്, ഇത് കേൾക്കുന്നവന്റെ മെന്റാലിറ്റി ഉണ്ട്. നിങ്ങളോട് ആദ്യം പറയുകയാണ്, നിങ്ങൾ ഒരു 10 തവണ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യൂ, നിങ്ങൾ നേരെ അത് കാണണ്ട, നിങ്ങൾ വെറുതെ മൊബൈല് കമഴ്ത്തി വെച്ചോളൂ, എന്നിട്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 10 തവണ അത് ചെയ്തെന്ന് വെച്ചോ ഒരു ചാനലിൽ, 11ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഇത്തരം ഫീഡുകളെ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ നാച്ചുറലി പതുക്കെ ഇത് ഭക്ഷിക്കുകയും ഈ ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുകയും മറ്റേ സൈഡ് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുകയും ചെയ്യും, കാണാതിരിക്കുകയും ചെയ്യും. ഞാനൊക്കെ ഇപ്പൊ ഓഫീസിൽ എന്തോരം ആളുകളാണെന്ന് അറിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ അവര് ഭക്ഷിക്കുന്നത് എന്തോ അതാണ് അവർക്ക് ഫീഡായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കിട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ പിന്നെ അപ്പൊ അവർ ആ ചിന്താഗതിയിലേക്ക് അറിയാതെ മാറുകയാണ്. എന്നാൽ ലോകത്തൊരു മനുഷ്യനും പറയില്ല ഞാൻ ആ ചിന്താഗതിയിലേക്ക് മാറിയെന്ന് പറയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവന് പോലും അറിയില്ല, അവൻ ഒരു സൈഡിലേക്ക് അറിയാതെ മാറിക്കഴിഞ്ഞു. CPM എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു വലതുപക്ഷത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കാതിരുന്നത്? അല്ല, CPM വലതുപക്ഷത്തെ പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ചിരുന്നില്ലെന്നല്ലേ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കാത്തതിന്റെ കാര്യം പറഞ്ഞുതരാം. CPMന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, CPM ഇപ്പൊ കൈരളി എന്ന് പറയുന്ന ഒരു ചാനൽ വേണമെന്ന് ആഗ്രഹിച്ചു, ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രം വേണമെന്ന് ആഗ്രഹിച്ചു, ചിന്ത എന്ന് പറയുന്ന ഒരു വീക്ക്ലി വേണമെന്ന് ആഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് CPM ഈ അപ്ഡേഷന്റെ കാര്യത്തിൽ പലപ്പോഴും വളരെ പുറകിലാണ്. ഇപ്പൊ ശിവദാസ മേനോൻ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടായിരുന്നു, ധനകാര്യമന്ത്രി. അദ്ദേഹം വൈറ്റിൽ വന്ന് പ്രസംഗിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം അദ്ദേഹം സംസാരിച്ച ഓർമ്മയുണ്ട്. അതായത് ഞങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ്, പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടർ ഇട്ടിട്ട് ഒരു കീ അങ്ങാട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടുകയാണ്. ഇത് എത്ര ഗുണമായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അത്തരത്തിൽ ന്യൂ ഏജ് മെത്തഡോളജികളൊക്കെ ഉപയോഗിക്കുന്നതിൽ CPM കുറച്ചൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ അലംഭാവം കാണിച്ചു. അത് CPMന്റെ
സി പി എമ്മിനെ തകർത്തിട്ടില്ല. പക്ഷെ സി പി എമ്മിന്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടല്ലോ, ആ വാസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ബേസുകളെ തകർക്കുകയും യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ട രണ്ടുപേരെ ഉള്ളത്. ആരാണ് ചെയ്യേണ്ടത്? ഒന്ന് കോൺഗ്രസ് ആണ്, അവർക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല, തമ്മിലുള്ള കത്തിക്കുത്തും അടിയും കഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരെയില്ല. സി പി എം ആണ് അടുത്തത് റെസ്പോൺസിബിൾ ആയി ചെയ്യേണ്ടിരുന്നത്. പക്ഷെ സി പി എം അത് ചെയ്തില്ല. ആ സി പി എം അത് ചെയ്യാതിരുന്നുകൊണ്ട് തന്നെ എന്തെന്ന് വെച്ചാൽ ഈ റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ട രാഷ്ട്രീയത്തിന് പിടിമുറുക്കുകയും ഇപ്പൊ പോലും ഈ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് ഒരു വികസന കാര്യം പോലും ചർച്ചയാകാതിരിക്കുകയും യഥാർത്ഥത്തിൽ ഇപ്പൊ മറ്റേ ഇത് വന്നതുകൊണ്ട് അത് ചർച്ചയായി, വയനാട് ഫണ്ട് വന്നുകൊണ്ട്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിൽ 10 കൊല്ലം ഭരിച്ചൊരു ഗവൺമെന്റ് വികസനം ചർച്ച ചെയ്യാതെ ഗവൺമെന്റ് പറയുന്നത് നമ്മൾ വികസനം ചർച്ച ചെയ്യുന്നു, ഇവര് വികസനം ചർച്ച ചെയ്യുന്നില്ല. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമില്ല. ഒരു ശബരിമല ചർച്ച ചെയ്യുന്നു, തൃശ്ശൂർ പൂരം ചർച്ച ചെയ്യുന്നു, മാറാട് ചെയ്യുന്നു, സ്ത്രീ എന്ത് ചെയ്യുന്നു, സ്ത്രീകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യൂ മറ്റേ പ്രവേശനം കൊടുക്കുക എന്നുള്ളത് ചർച്ച ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം ചർച്ച ചെയ്യുന്നു, ബി ജെ പിയുമായിട്ട് അതൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് സി പി എം ബി ജെ പി ഡീല് ചർച്ച ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് മറ്റേ കൺസോൾട്ടേഷൻ കിട്ടിയില്ലെങ്കിലോ സി പി എമ്മും എസ് ഡി പി ഐ ഡീൽ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രചരണത്തിന് വേണ്ടി ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇത് ഭക്ഷിക്കുന്ന ആളുകളായി പതുക്കെ അവരുടെ നമ്പർ കൂടി. ആ കൂടിയതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ആദ്യം 30 ലക്ഷം 2016 ഉണ്ടാകുകയും പിന്നീട് ഈ പറയുന്ന ലോക്സഭയിലേക്ക് വന്നപ്പോൾ അത് 38,37,000 വോട്ടുകളായി ബി ജെ പിക്ക് കൂടുകയും ചെയ്ത അതിന്റെ പ്രതിഫലനമാണ്. അപ്പൊ ഈ ഐഡിയോളജികൾ പതുക്കെ ആളുകളെ സ്വാധീനിക്കാൻ തുടങ്ങും. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ഐഡിയോളജിയുടെ കോർ എന്താണ്, ആശയത്തിന്റെ കാര്യം എന്താണെന്ന് അറിയണ്ട. ഇപ്പൊ കമ്മ്യൂണിസം എങ്ങനെയാണ് സ്വീകരിച്ചത്? ആരാണ് കമ്മ്യൂണിസം വായിച്ചിട്ടുള്ളത്? ആരാണ് മാർക്സിനെ വായിച്ചിട്ടുള്ളത്? ആരാണ് എംഗൽസിനെ വായിച്ചിട്ടുള്ളത്? ആരാണ് ഹെഗലിനെ കുറിച്ച് അറിയാവുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുകമുറ ഉണ്ടല്ലോ, ആ പുകമുറയിലേക്ക് നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്തു വീണുപോകും. അതേപോലെ വീണു പോകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടന്നത്. അതിനെ പ്രതിരോധിക്കാൻ സി പി എം പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതാണ് ഇപ്പൊ 25 സീറ്റുകൾ കുറയാൻ പോകുന്നതിന്റെ, അല്ലെങ്കിൽ ഇനി 25 അത്രയോ സീറ്റുകൾ കുറഞ്ഞാൽ ആ കുറയാൻ പോകുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം. അതിനെ അടുത്ത 5 കൊല്ലം കൊണ്ട് റിവൈവ് ചെയ്യാനും 10 കൊല്ലം കൊണ്ട് മാറ്റാനും പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ എക്സിസ്റ്റൻസ് പോലും അപകടത്തിൽ. അല്ല, അങ്ങനെ ഈ മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം നമ്മളിപ്പോ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊരു പേസ്റ്റ് കുത്തി നിറയ്ക്കുന്ന പോലെയല്ലേ? കാരണം ഒരു പേസ്റ്റിന്റെ കവറിൽ നിന്നുകൊണ്ട് നമ്മൾ പേസ്റ്റ് പുറത്തേക്ക് തള്ളി നീക്കുന്നത് പോലെയാണ് വർഗീയത പ്രചരിപ്പിക്കുന്നത്. വളരെ വാസ്റ്റായിട്ട് പ്രചരിപ്പിക്കാൻ കഴിയും. പക്ഷെ ഈ പ്രചരിപ്പിച്ചിട്ടുള്ള വർഗീയത നമ്മൾ തിരിച്ച് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റിന്റെ കവറിലേക്ക് നമ്മൾ പേസ്റ്റ് വീണ്ടും ഇല്ലാതാക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണമെന്ന്. വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യണമല്ലോ. കാരണം അല്ലെങ്കിൽ നാട് കുട്ടിച്ചോറായി പോകില്ലേ. അതുകൊണ്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കണം. ഒന്ന്, അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം. അല്ലാതെ ഓക്കെ അവൻ എന്തായാലും വാക്കത്തേക്ക് വിട്ടോന്നും പറഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? അല്ലല്ലോ. അപ്പൊ അത് പ്രതീക്ഷിക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 തരത്തിൽ ഇത് ഒഴിവാക്കും. അങ്ങനെയൊക്കെ ഒഴിവായിട്ടുണ്ട്. അതൊക്കെ തോന്നലാണ്. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഒരുപാട് ബോംബുകൾ വിട്ടുമായിരുന്നു, ഒരുപാട് തീവ്ര പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവരെങ്ങനെ ഒഴിവാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീറാഡിക്കലൈസേഷൻ നടത്തിക്കൊണ്ടാണ്. മനസ്സിലായോ? അത് അമേരിക്കയിൽ കുട്ടിക്കുറ്റവാളികൾ 2001 മുതൽ 2021 വരെ ഏതാണ്ട് 700ഓളം കുട്ടിക്കുറ്റവാളികളുടെ കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു. ഒറ്റക്കിരുന്ന് റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ആളുകളാണ്. വലിയ ടോപ്പിക്കാണ് അതൊക്കെ, ഞാനിപ്പോൾ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഒറ്റക്കിരുന്ന് കമ്പ്യൂട്ടർ ഗെയിമുകളിലൂടെയും അത് കഴിഞ്ഞ് അവർ ഭക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയും അവരിൽ തന്നെ ഒരു റാഡിക്കൽ എലിമെന്റ് രൂപപ്പെടുകയും അവർ യഥാർത്ഥത്തിൽ മറ്റാരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് അക്രമത്തിനിറങ്ങി പുറപ്പെടുകയും ചെയ്തു. ന്യൂസിലൻഡിൽ ഒരു ആൺകുട്ടി അവന്റെ ഹെൽമെറ്റിൽ ക്യാമറയും വെച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ ലൈവ് സംപ്രേഷണം ചെയ്തുകൊണ്ട് 200ഓളം പേര് വെടിവെച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അന്ന് അവന് വേറെ ആരായിട്ടും ബന്ധമില്ല. കാരണം അവൻ ഭക്ഷിക്കുകയും അവൻ ചെയ്യുകയും ചെയ്യുന്ന ഈ പറയുന്ന പോലെ കണ്ടന്റുകൾ ഉണ്ടല്ലോ, ആ കണ്ടന്റുകളുടെ റീച്ചാണത്. അപ്പൊ അതേപോലെ തന്നെയുള്ള കണ്ടന്റുകൾ ഇതിന് മറുമരുന്നായി കൊടുത്തുകൊണ്ട് ഒരു ജനതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതുക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഏക പ്രതീക്ഷ. ഇനി അതല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ പറയാണ് അല്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെന്തായാലും നശിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ കൈ കെട്ടി നോക്കിയിട്ടേ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം ചുരുക്കം ചില അതെ ആയിക്കോട്ടെ, ചുരുക്കം ചില ഉദാഹരണങ്ങളിൽ നിന്നല്ല പഠിക്കേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യും? പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ വർഗീയ കലാപം ഉണ്ടായി, വലിയ പ്രശ്നമുണ്ടായി. ആ വർഗീയ കലാപവും പ്രശ്നവും ഉണ്ടായതിനു ശേഷം ഇതൊക്കെ അസ്തമിക്കും. കാരണം അപ്പോഴും ജനത്തിന് മനസ്സിലാവും ഇതിന്റെ കുഴപ്പം എവിടെയാണെന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പം മനസ്സിലാക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഭരണകൂടത്തിനും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനക്കും കണ്ടു നിൽക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സി പി എം, കാരണം ഞാനിത് പറയുന്നത് സി പി എമ്മിന് മാത്രമല്ല ഒരു ഉത്തരവാദിത്തം, സി പി ഐക്കും RSPക്കും ഈ പറഞ്ഞ ലോകത്തെ കോൺഗ്രസിനും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നതും ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത്
CPM ആണ്. CPM ആ ഏരിയയിലേക്ക് ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിൽ കുറെ പരിപാടികൾ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പക്ഷേ അതൊന്നും ഒട്ടും ഫലവത്താവുന്നില്ല. അത് പോരാ എന്നുള്ളതാണ്. അല്ല, ഒട്ടും ഫലവത്താവുന്നില്ല. ഇതുപോലെ മറ്റൊരു നടത്തിയതിന്റെ ഒരു ഇതുപോലെ കാൽഭാഗം പോലും അല്ല ഫലവത്താവുന്നില്ല. ആയിക്കോട്ടെ, അത് ചെയ്തു തുടങ്ങി. അതുകൊണ്ടല്ല ഞാൻ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ, ഫലവത്തായി എന്ന് പറയില്ലോ, ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ആളുകളെ കുറെ കൂടി കേരളീയ സമൂഹത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൂടി ഇവർക്ക് കഴിയണം. കഴിഞ്ഞാലേ ഈ കേരളം ഇതുപോലെ നിലനിൽക്കാനും CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കും ഭാവിയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.